ഹലോ, കുറേ കാലമായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഇത്ര സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഒരു വീഡിയോ ഒക്കെ ഇടാം. ഇപ്പം നടക്കുന്ന ഒരു ന്യൂസിനെ പറ്റി, സെൻസേഷണൽ ന്യൂസ് എന്ന് വേണം പറയാൻ. കാര്യം വേറൊന്നുമല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്യൂസും അതിനോടനുബന്ധമായി നടക്കുന്ന സൂയിസൈഡ്സും കൊലപാതകങ്ങളും ഇതൊക്കെയാണ് ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഡെയിലി സോഷ്യൽ മീഡിയ ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞെന്നാൽ കിട്ടുന്ന ന്യൂസുകൾ. ഇതൊന്നും പോസിറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കും മിക്കവർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്കതൊരു പ്രശ്നമായതുകൊണ്ട് മീഡിയാസിൽ അത് ആഘോഷിക്കപ്പെടുകയും നമ്മൾ ആ ഡീറ്റെയിലിങ്ങിലേക്ക് കൂടുതൽ പോകാതിരിക്കുക. അതാണ് മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലത്. നമ്മളുടെ മെൻ്റൽ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. അവരവരിലേക്ക് ഫോക്കസ് ചെയ്യുക, അവരവരുടെ ഫാമിലിയിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മളുടെ ഫാമിലിയിൽ ബെറ്റർമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മനസമാധാനം, സന്തോഷം ഇതെല്ലാം തേടി നടക്കേണ്ട കാര്യങ്ങളല്ല, നമ്മളിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത് പുറപ്പെട്ട് വരേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ലേഡീസ് നമ്മൾ സന്തോഷമായിട്ടിരുന്നാൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ മക്കളെ അനുസരിപ്പിക്കുന്ന പോലെ അനുസരിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടി നടക്കാതെ വളരെ സ്നേഹത്തോട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു. ഭാര്യമാരും അതുപോലെ തന്നെ ഒരുപാട് എല്ലാത്തിലും ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കാതെ കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവണം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. എനിക്ക് ഇന്നതാണ് എൻ്റെ മനസ്സിലുള്ളത്, അപ്പോൾ എന്നോട് കാര്യങ്ങൾ കുറച്ചുകൂടി സംസാരിക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് സംസാരിക്കണം എന്നൊക്കെ തുറന്ന് പറയാനുള്ള മനസ്സ് കാണിക്കണം. നമ്മൾ തുടക്കത്തിൽ കുറേ പരാതികളും പരിഭവങ്ങളും പറയുമെങ്കിൽ ഒരു ആഫ്റ്റർ 40s അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ 35 ഒക്കെ നമ്മളിലേക്ക് ഒതുങ്ങുകയും അവരോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയാതെ വേറെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തല്ലുകൂടെയൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് മെൻ്റൽ ഹെൽത്തിന് നല്ലതല്ല. എപ്പോഴും ഒരു ഓപ്പൺ ടോക്കാണ് എല്ലാ കാര്യങ്ങളും ബെറ്റർമെൻറ്റിലേക്ക് പോകാൻ നല്ലത്. മക്കളോടൊക്കെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരുടെയും അവരവരുടെ ഫാമിലിയിലേക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യാനും കൂടുതലും എല്ലാ കാര്യങ്ങളും അങ്ങും ഇങ്ങും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. അതാണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലത് കേട്ടോ. അവരവരിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? പേഴ്സണലി നമ്മൾക്ക് ഭയങ്കര ഒരു ഗ്രോത്ത് നമ്മൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഫിനാൻഷ്യൽ ഗ്രോത്ത് മാത്രമല്ലല്ലോ, നമ്മൾക്കല്ലാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാത്തിലും നമ്മളുടെ കൂടെ നിൽക്കുന്നവർ ആ സന്തോഷത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും അവരെല്ലാം ഹാപ്പി ആകുകയും മൊത്തത്തിൽ ഒരു ഫാമിലിയിൽ നിന്ന് ഉണ്ടാകുന്ന സന്തോഷമാണ് നമ്മളുടെ മക്കൾ വഴി സൊസൈറ്റിയിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ നമ്മൾ വഴി സൊസൈറ്റിയിലേക്ക് എത്തുന്നതും ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് വിടുക. അവരവരിലേക്ക് ഫോക്കസ് ചെയ്യുക, അവരവരുടെ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുക. ഒരു ബെറ്റർമെൻറ്റിലേക്കും ഒരു ഹാപ്പി പ്ലേസ് ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ എല്ലാവരും.